Hello everyone, good evening. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന ഫോക്കസ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ ക്വസ്റ്റ്യനായിട്ട് എടുത്ത് അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പരിശോധിക്കലല്ല, എങ്ങനെ നമുക്ക് പരമാവധി കുറച്ച് സമയമെടുത്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം, ഓപ്ഷൻസിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. Okay, so without wasting any time, time management and focus, so there is no point in wasting any time. Let's directly move on to the questions. Aditya Chodhi. 3 resistances each of 6 ohm are connected to form a triangle. The resistance between any 2 terminals is. Okay, ninkoru 30 second samayam madi. So it starts now. Okay, simple question ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം, നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ആൻസർ ചെയ്തോളാം. നമുക്കിതിന് 1 minute ടൈമിൻ്റെ ആവശ്യമില്ല, 30 seconds മതിയാവും. ഓക്കെ, ഫൈൻ. സോ നമുക്കിനി ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എങ്ങനെയാണ് ചെയ്യുക? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ഓരോ റെസിസ്റ്റൻസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദിസ് ഇസ് 6 ohm, ദിസ് ഇസ് 6 ohm ആൻഡ് ദിസ് ഇസ് ഓൾസോ 6 ohm. ഇതിൽ ഏതെങ്കിലും 2 ടെർമിനൽസ് തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് ടേക്ക് ദീസ് 2 ടെർമിനൽസ് എ ആൻഡ് ബി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ 6 ohm ആൻഡ് 6 ohm ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ 6 ohm 6 ohm നമുക്ക് റീപ്ലേസ് ചെയ്ത് വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ 12 ohm. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 12 ഉം 6 ഉം ആണ് അല്ലേ. R is parallel to R by 2. R എന്ന് പറയുന്നത് 12 ohm ആണ്. 12 ohmന്റെ പകുതിയാണ് 6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? R by 3. R by 3 എന്ന് പറയുമ്പോൾ 12 by 3, that is 4 ohm. 30 സെക്കൻഡ് താഴെയല്ലേ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനും എടുത്തോളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ അതിലും കുറവ് സമയമായിരിക്കും എടുക്കുക അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. യെസ്, ഒരു 51% ആൾക്കാരാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ വാട്ട് ഐ ഹാവ് തോട്ട് ഓഫ് യു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. 51% ബെറ്റർ ദാൻ 50. ഓക്കെ, മോർ ദാൻ 50% ഇറ്റ് ഇസ് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇതും കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ വോൾട്ട്മീറ്റർ റെക്കോർഡ്സ് 5 volt. ദ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ട്മീറ്റർ ഇൻ ohms. ഓക്കെ, 30 seconds മതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, നമ്മുടെ ഒരുപാട് സമയമൊന്നും എടുക്കാത്ത ക്വസ്റ്റ്യൻ തന്നെയാണിതും. വളരെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ സമയം എടുക്കാം. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ സമയം എടുക്കാം. തീരുമാനിക്കുന്നത് നമ്മളാണ്. സമയം എടുത്ത് ചെയ്യണോ, ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യണോ, അതോ വളരെ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് എത്തണോ എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സമയം തീരുന്നു. ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ആണ് അല്ലേ. വോൾട്ട് മീറ്റർ ഇറ്റ് ഈസ് റീഡിംഗ് 5 volt. റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ട് മീറ്റർ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വോൾട്ട് മീറ്ററിനെ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ എ റെസിസ്റ്റൻസ്. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ ശ്രദ്ധിക്കുക, ഇവിടെയും ഒരു റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. വി ക്യാൻ റീപ്ലേസ് ദിസ് വോൾട്ട് മീറ്റർ ബൈ എ റെസിസ്റ്റൻസ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്? വോൾട്ട് മീറ്റർ റെക്കോർഡ്സ് 5 volt. 5 volt റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് വോൾട്ട് മീറ്റർ ആൻഡ് ദി പാരലൽ റെസിസ്റ്റൻസ് 100 ohm. ഇറ്റ് ഇസ് 5 volt. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 10 volt ആണ് ടോട്ടൽ EMF അല്ലെ. അതില് 5 volt ഇവിടെ ഡ്രോപ്പ് ആയാൽ 5 volt ഇവിടെയും ഡ്രോപ്പ് ആകും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും പാർട്ടിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയാണ് ഈ 50 ohmനും കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ദിസ് പാർട്ട് ഇറ്റ് ഇസ് ഇൻ സീരീസ് വിത്ത് 50 ohm അല്ലെ. അപ്പോൾ 50 ohmന് ഡ്രോപ്പ് ആവുന്ന അതേ വോൾട്ടേജ് തന്നെ ഇവിടെയും ഡ്രോപ്പ് ആയാൽ അതിനർത്ഥം ഈ 100 ohmന്റെയും ഈ പാരലൽ റെസിസ്റ്റൻസ് നമുക്ക് R എന്ന് വിളിക്കാം, സ്നേഹത്തോടെ R എന്ന് വിളിക്കാം. ഈ R-ന്റെയും 100-ന്റെയും പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 50 ആയിരിക്കണം. എന്നാലല്ലേ 5 വെച്ച് ഡ്രോപ്പ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ആണ്. ഒന്ന് പറയുക, 100-നോടൊപ്പം
ഏതോ ഒരു റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് ചേർത്തപ്പോൾ നമുക്ക് 50 കിട്ടി. 50 കിട്ടിയാലേ ഇവിടെയും 50 ഇവിടെയും 50 5 വോൾട്ട് ഡ്രോപ്പ് ആവുള്ളൂ. പകുതി വെച്ച് ഡ്രോപ്പ് ആവണമെങ്കിൽ ഇവിടുത്തെ 50യും ഇവിടുത്തെ റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. 100 കൂടി എത്ര കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 50 കിട്ടുക? 100 കൂടി 100 കണക്ട് ചെയ്യുമ്പോഴാണ്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 50 കിട്ടുക. സോ ദിസ് ഹാസ് ടു ബി റെസിസ്റ്റൻസ് ഓഫ് ദി voltmeter has to be 100 ohm. ഓക്കെ, എന്താണ് ആൻസർ? ഇറ്റ് ഇസ് ഓപ്ഷൻ 2. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതി നോക്കാം അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്തതിൽ വെരി ഗുഡ്. 65% ആൻസർ ശരിയാക്കിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിൽ നിന്ന് വളരെ ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അടുത്ത ചോദ്യങ്ങളിലും ആ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ കീപ്പ് അപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Okay. A car battery of EMF 12 volt and internal resistance 5 into 10 raised to minus 2 ohm receives a current of 60 ampere from external source. Then the terminal potential difference of the battery. Your time starts now. 30 seconds. Okay. Equations ഒക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഇക്വേഷൻ നോക്കുക, ഓപ്ഷൻ നോക്കുക. നമുക്ക് വേണ്ടത് ഓപ്ഷൻ മാത്രമാണ്. പെട്ടെന്ന് പരമാവധി കുറച്ച് സമയത്തിൽ തന്നെ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല, നമുക്ക് വേണ്ടത് ഫൈനൽ ആൻസർ ആണ്. ഓക്കെ, ഫൈൻ. യുവർ ടൈം ഫിനിഷസ് നൗ. ഓക്കെ, നമുക്ക് നോക്കാം, ഉത്തരത്തിലേക്ക് വരാം. Car battery of EMF 12 volt and internal resistance 5 into 10 raised to minus 3 receives a current of 60 ampere from an external source. അതൊരു external source നിന്ന്, external batteryയിൽ നിന്ന് ഇതിലേക്ക് കറണ്ട് വരികയാണ്. So the cell is getting charged. Cell is getting charged എന്ന് പറയുമ്പോൾ terminal voltage it will be definitely greater than the EMF. EMF എത്രയാണ്? 12 volt. 12 വോൾട്ടിനെക്കാളും കൂടുതലായിരിക്കും. 12 വോൾട്ടിനെക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3. ബാക്കി ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. ടാറ്റ ബൈ ബൈ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. കണ്ടുപിടിക്കുക, എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു VT ഇസ് ഈക്വൽ ടു EMF പ്ലസ് IR എന്ന് പറയാം. ഓക്കെ, ഇത് വെച്ച് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ ആൻസർ അതിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണ്ട. ഓക്കെ, ഉത്തരത്തിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻസർ ചെയ്തേക്കുന്നത് ഓപ്ഷൻ 2 ആണ് ആൻസർ ചെയ്തേക്കുന്നത്. എത്രയാണ്? 9 വോൾട്ട്. എന്ത് പറ്റി? E മൈനസ് IR. നമ്മൾ എവിടെയാണോ തെറ്റിക്കേണ്ടത് അവിടെ തന്നെ നിങ്ങൾ തെറ്റിച്ചു. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരത്തില്ല. വളരെ കുറച്ച് ശതമാനം ആൻസർ ചെയ്തിട്ടുള്ളൂ, ബട്ട് യു ക്യാൻ മേക്ക് അപ്പ് ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. In the circuit shown in the figure, the potential difference between the points X and Y. ശ്രദ്ധിക്കുക, X-ഉം Y-യും തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, എക്സും വൈയും തമ്മിൽ കണക്ഷൻ ഉള്ളൂ. ചെറിയ ക്ലൂ തന്നിരിക്കുകയാണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ ഓൾറെഡി ഒരു ക്ലൂ തന്നു. നിങ്ങളുടെ ആൻസറിലേക്ക് എത്തിക്കാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്ലൂ ആണ് ഞാൻ തന്നത്. ഇതൊന്നും ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ലെസ് ദാൻ 30 സെക്കൻഡ്സിൽ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കിയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു, നിങ്ങളുടെ സമയം കഴിയാണ്. യെസ്, ശ്രദ്ധിക്കാം, ഇവിടെ എക്സും വൈയും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ദർ വിൽ ബി നോ കറന്റ് ത്രൂ ദ സർക്യൂട്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സർക്യൂട്ടിൽ കറണ്ട് ഒന്നുമില്ല. സർക്യൂട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ദർ വിൽ ബി നോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല, റെസിസ്റ്ററിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല, ഇവിടെ ഇല്ല. ഇത് 120 വോൾട്ടിന്റെ സെല്ലാണ്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ 0 എന്നെടുത്താൽ ഇവിടുത്തെ എത്രയാണ്? 120 ആണ് കിട്ടുക. ഈ റെസിസ്റ്റൻസിൽ കറണ്ട് ഇല്ലെങ്കിൽ അതിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 120 ആണെങ്കിൽ റെസിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല, ഇവിടെയും 120 ആണ്. ഇവിടെ 0 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 0 വോൾട്ട് ആണ്. സോ X is at a potential of 120, Y is at a potential of 0. So what is the potential difference between them? It is 120 volt. ആൻസർ ഏതാണ്? ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ 4. നാലാമത്തെ ആൻസർ ആണ് നമുക്ക് ശരിയായിട്ട് വന്നിരിക്കുന്നത്. നോക്കാം നിങ്ങൾ എത്ര പേരാണത് ശരിയാക്കിയിരിക്കുന്നത് നോക്കാം. അതും കുറവാണ്, 16% മാത്രമാണ് ശരിയാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്തിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ ആണ്. 56% ആദ്യത്തത്. 0 എടുത്തു. എന്തുകൊണ്ട് 0 എടുത്തു? അവിടെ കറണ്ട് ആണ് 0, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല. ശ്രദ്ധിക്കുക, ഈ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇനി ഈ മിസ്റ്റേക്ക് വരുത്താതിരുന്നാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് വൺ. An AC voltage is applied to a resistance R and inductance L in series. If R and inductive reactance are both equal to 3 ohm, phase difference between the applied voltage and current. Okay, your time starts now. 30 seconds. Okay, ശ്രദ്ധിക്കുക, ഇതും നമുക്ക് ഒരുപാട് ചെയ്യേണ്ട
ക്വസ്റ്റ്യൻ ഒത്തിരി സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, കുറച്ചുകൂടി ഏതാണ്ട് നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ലെങ്തി ക്വസ്റ്റ്യൻസ് അല്ല തെറ്റിക്കുന്നത്. ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കില്ലായിരുന്നു. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഫൈൻ. നിങ്ങളുടെ സമയം കഴിയാണ്. യെസ്, നമുക്ക് നോക്കാം, ഉത്തരത്തിലേക്ക് വരാം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണ്. R is equal to XL. അപ്പോൾ തന്നെ പറയാം, വേറെ ആരുമില്ല, R ഉം L ഉം മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ്? Phi is equal to tan inverse X divided by R. ഇവിടെ XL ആണ്, XL ഉം R ഉം ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ tan inverse 1 എന്ന് വരും. tan inverse 1 എത്രയാണ്? ഇറ്റ് ഇസ് pi by 4. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 2. കൂടുതൽ കഥയും ചരിത്രവും നമ്മൾ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. XL is equal to 3 ohm, R is equal to 3 ohm. അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഏറ്റവും വൃത്തിയായിട്ട് ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, നമുക്ക് ആൻസറിലേക്ക് എത്തിക്കുക. എങ്ങനെയെങ്കിലും നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് പെർഫോമൻസ് നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ് ആൻസർ വന്നേക്കുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാരും മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, കുറേ പേര് ഒത്തിരി ആൾക്കാർ തെറ്റിക്കുന്നുണ്ട്. കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അടുത്ത ഇനി ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ശരിയാക്കിയ ചോദ്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതായിരുന്നായിരിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് അറിയാത്തൊരു കോൺസെപ്റ്റ് പുതിയതായിട്ട് പഠിക്കുന്നതായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6th one. A charged particle moving in a uniform magnetic field when loses 4% of its kinetic energy, the radius of curvature of the circular path. Okay, moving charges and magnets is the question ആണ്. Your time starts now. Okay, ശ്രദ്ധിക്കണം, ചാർജ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി 4% കുറഞ്ഞപ്പോൾ എന്തു പറ്റി? അതിന്റെ റേഡിയസിന് എന്തു പറ്റി എന്നുള്ളതാണ് ചോദ്യം. Okay, your time ends now. അപ്പോൾ ഇക്വേഷൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എന്താണ്? R is equal to root of 2m into kinetic energy divided by QB. ബാക്കി ഒന്നും മാറുന്നില്ല. സോ റേഡിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി റൈസ് ടു 1/2. അപ്പം നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ R by R is equal to 1/2 ഡെൽറ്റ K by K. ഡെൽറ്റ K by K എത്രയാണ്? ഇവിടെ 4% ആണ്, ഡിക്രീസ് ചെയ്യാണ്. സോ ഇറ്റ് ഇസ് -4% എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ ഇറ്റ് ഇസ് -2%. ദാറ്റ് മീൻസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിക്രീസസ് ബൈ 2%. ആൻസർ ഏതാണ്? ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 6. ആൻസർ ഏതാണ്? ഓപ്ഷൻ 1. ഒരുപാട് കുറച്ചൊന്നും ചെയ്ത് നോക്കണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. യെസ്, വെരി ഗുഡ്. നിങ്ങൾ പിക്കപ്പ് ചെയ്തു. കൂടുതൽ ആൾക്കാരും ശരിയാക്കിയിട്ടുണ്ട്. 43% ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്, കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 7th one. A uniform magnetic field is directed out of the page. A charged particle moving in the plane of the page follows a clockwise spiral of decreasing radius as shown. A reasonable explanation is. Okay, your time starts now. 30 seconds. 30 seconds ആവശ്യമില്ല, നമുക്കൊന്നും ചെയ്തു നോക്കാനില്ല. ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, ഡയറക്ഷൻ റൂൾസ് അപ്ലൈ ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഒന്നും ചെയ്തു നോക്കാനില്ല. യെസ്, ഇതിനകത്ത് നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. I'm confident about that. Okay. Okay, നമ്മുടെ സമയം കഴിയാണ്. നമുക്ക് നോക്കാം അല്ലേ. ശ്രദ്ധിക്കാം, what is happening to this? It is a clockwise spiral of decreasing radius. Decreasing radius ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ സ്പീഡ് കുറയാണ്. So it is slowing down. So it is either option 1 or option 2. പിന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കുക, ചാർജിന്റെ വെലോസിറ്റി റൈറ്റിലേക്കാണ്. ആദ്യം ഇവിടെ ചാർജിന്റെ വെലോസിറ്റി റൈറ്റിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് നമുക്ക് V ക്രോസ് ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. യൂസിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ വി ക്യാൻ സേ V ഔട്ട് ഓഫ് ദ പ്ലെയിൻ, V ക്രോസ് B. ഫോഴ്സിന്റെ ഡയറക്ഷൻ താഴേക്കാണ്. സോ V ക്രോസ് ബിയുടെ ഡയറക്ഷൻ താഴേക്കാണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒന്ന് നോക്കിക്കേ, ഇവിടെ ചാർജ് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യുന്ന താഴേക്കല്ലേ, അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷനും താഴേക്കാണ്. സോ ഫോഴ്സും V ക്രോസ് ബിയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചാർജ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. സോ ആൻസർ ഏതാണ്? ദ ചാർജ് ഇസ് പോസിറ്റീവ് ആൻഡ് ഇറ്റ് ഇസ് സ്ലോയിങ് ഡൗൺ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ശരിയാക്കിയത്? 25%. വീണ്ടും താഴെ പോയി. ഓക്കെ, കൂടുതൽ ആൾക്കാരും എഴുതിയ ചാർജസ് നെഗറ്റീവ് ആൻഡ് സ്ലോയിങ് ഡൗൺ. ഓക്കെ, അത് പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് പറ്റാവുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. പക്ഷേ ഇനി അതുണ്ടാവരുത്. നമുക്ക് മിസ്റ്റേക്ക് വരുത്താനുള്ളതൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് അങ്ങ് വരുത്തിയേക്കണം. ഓക്കെ, സോ എനിവേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. 8th question.
A small current element of length dl carrying current is placed at 110 and is carrying current in plus z direction. If magnetic field at the origin be B1 and at point 220 be B2, then okay, your time starts now. ഇത് കുറച്ചൊന്നും ഇതും ചെയ്യാനൊന്നുമില്ല, കാൽക്കുലേഷൻ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി നമ്മുടെ ഡയറക്ഷൻ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഡയറക്ഷൻ റൂൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരാനില്ല. ഓക്കെ, ഓക്കെ, നമുക്ക് ആൻസർ ചെയ്താൽ നോക്കാം. അപ്പൊ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു കറണ്ട് എലമെന്റ് ഉണ്ട്. കറണ്ട് എലമെന്റ് ഇസ് ക്യാരിയിങ് കറണ്ട് ഇൻ പോസിറ്റീവ് z ഡയറക്ഷൻ അറ്റ് ദി പോയിന്റ് 110. അപ്പൊ ഇവിടെയാണ് 110 വരിക, 1. അപ്പൊ ഇവിടെയാണ് കറണ്ട് എലമെന്റ്, ഇറ്റ് ഇസ് ക്യാരിയിങ് കറണ്ട് ഇൻ പോസിറ്റീവ് z ഡയറക്ഷൻ. കറണ്ട് ഇങ്ങനെയാണ്. സോ അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എവിടേക്കാണ്? ഒന്ന് ഒറിജിൻ, ഒന്ന് 220. ഇപ്പൊ 220 മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? കറണ്ട് ഇങ്ങനെയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ യൂസിങ് റൈറ്റ് ഹാൻഡ് റൂൾ. അതുപോലെ ഒറിജിനൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? കറണ്ട് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി സർക്കിളിംഗ് ലൈക്ക് ദിസ്. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഒരേ ഡിസ്റ്റൻസ് ആണ്, അപ്പൊ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഡയറക്ഷൻ മാത്രമാണ് ഓപ്പോസിറ്റ്. ഓപ്ഷൻ 3 ശരിയല്ലേ? ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. 32% കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും പറഞ്ഞത് 2 ആണെന്നാണ്, ഓപ്ഷൻ 2 ആണെന്നാണ്. ഐ ഡോണ്ട് തിങ്ക് അത് നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നോർമൽ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അത് പറ്റില്ല. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 9. A magnetic needle suspended parallel to a magnetic field requires √3 joule of work to turn it through 60 degree. The torque needed to maintain the needle in this position. നിങ്ങൾ എപ്പോഴും ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എനിവേ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാനുള്ളതാണ്. കുറച്ച് സമയം നമുക്കവിടെ വേണ്ടി വരും, എന്നാലും നോട്ട് ഗ്രേറ്റർ ദാൻ 30 seconds. അപ്പം നിങ്ങളുടെ ടൈം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യു ക്യാൻ ഡു ഇറ്റ്. യെസ്, ഓക്കെ, ഓക്കെ, യുവർ ടൈം എൻഡ്സ് നൗ. യെസ്, അപ്പം നമുക്ക് നോക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഡൈപോളിനെ 0 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് തിരിക്കാൻ √3 ജൂൾസ് വർക്ക് വേണ്ടി വരുന്നു. സോ √3 is equal to mb into cos 0 minus cos 60. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് എനിക്ക് പറയാം mb is equal to 2√3 എന്ന് പറയാം. എന്താണ് ടോർക്കിന്റെ എക്സ്പ്രഷൻ? ടോർക്ക് is equal to mb sin 60. mb sin 60 എന്ന് പറഞ്ഞാൽ mb into √3/2. ദാറ്റ് ഈസ് 2√3 into √3/2. 2 ക്യാൻസൽ ആകും. ആൻസർ ഇറ്റ് ഇസ് 3 ന്യൂട്ടൺ മീറ്റർ. 3 joules or 3 Newton meter. ആൻസർ ഏതാണ്? ഓപ്ഷൻ 2. നമുക്ക് നോക്കാം എത്ര പേര് ശരിയാക്കി എന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ 2 ശരി, വളരെ വെരി ഗുഡ്. 39% ആൾക്കാർ ശരിയാക്കി, എന്നാലും ഒരു 50% മുകളിലേക്ക് കയറുന്നില്ല. ഓക്കെ, എനിവേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10th one. A uniform magnetic field B0 j cap exists in space. Particle of mass m and charge q is projected towards negative x-axis with speed v from a point d00. Maximum value of v for which particle does not hit the yz plane. കുറച്ചെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശ്രദ്ധിച്ച്, കാൽക്കുലേഷൻ ഒന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് വരച്ച് നോക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. എനിവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു ചാർജ് പാർട്ടിക്കിളിനെ നമുക്ക് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, ഇറ്റ് ഈസ് ടുവേർഡ്സ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് v. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് എന്താണ് സംഭവിക്കാൻ നോക്കാം. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രസന്റ് അലോങ് ദി y ഡയറക്ഷൻ. ഞാൻ വരച്ചിരിക്കുന്ന ശ്രദ്ധിക്കുക, എക്സ് വൈ സെഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്. സോ v ക്രോസ് b എങ്ങോട്ടാണ് ഫോഴ്സ് വരുന്നത്? മുകളിലേക്കാണ് ഫോഴ്സ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ലൈക്ക് ദിസ്. നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ആവുക. ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് ഇതാണ്, ഈ കാണുന്നതാണ് yz പ്ലെയിൻ. ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദി ബോർഡ് അല്ലെ? ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് പോയാൽ നമുക്ക് പറയാം yz പ്ലെയിൻ ടച്ച് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ഇസ് ഈക്വൽ ടു d.
എന്താണ്? റേഡിയസ് ഇസ് ഈക്വൽ ടു ഡി. അപ്പോൾ നമുക്ക് പറയാം റേഡിയസിന്റെ എക്സ്പ്രഷൻ എന്താണ്? എം വി ബൈ ക്യൂ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു ക്യൂ ബി ഡി ബൈ എം. വെലോസിറ്റി ഇതിലും കുറവാണെങ്കിൽ കുഴപ്പമില്ല, ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ പൊക്കോളും. കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ക്രോസ് ദി YZ പ്ലെയിൻ. ഓക്കെ, സോ ആൻസർ ഏതാണ് വരുന്നത്? ക്യൂ ബി ഡി ബൈ എം. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എത്ര പേര് എത്ര ശതമാനം ശരിയാക്കിയെന്ന് നോക്കാം. നമുക്കുള്ളത് ഓപ്ഷൻ 3 ആണ്. കൂടുതൽ ആൾക്കാരും ശരിയാക്കിയത് മാർക്ക് ചെയ്തത് ഓപ്ഷൻ 2 ആണ്. 22%. ഓക്കെ, പെർഫോമൻസ് നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11th question. The magnetic field of a given length of a wire for a single turn coil at the center is B. Then its value for 2 turns coil will be. Direct question ആണ്. 30 seconds. പെട്ടെന്ന് നോക്കി ഉത്തരം മാർക്ക് ചെയ്യുക. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ വയർ അറ്റ് ദി സെന്റർ, സർക്കുലർ വയറിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. what happens when the number of turns is increased? The wire remains same. വയർ സെയിം ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഏതാണ് ഉത്തരം നോക്കാം. സമയം കഴിയാറായി. ഓക്കെ, നോക്കാം. ഇവിടെ what is the expression for magnetic field at the center of a circular coil? mu0 അല്ലെങ്കിൽ നമുക്ക് n കൂടെ ചേർത്ത് പറഞ്ഞാൽ number of turns into mu0 I divided by 2a. ഇതാണ് സംഗതി. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേൺ വെക്കുമ്പോഴത്തേക്ക് mu0 I divided by 2a ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്തു? രണ്ട് ടേൺ ആക്കുമ്പോഴത്തേക്ക് എത്രയാവും? ബി ഡാഷ് എത്രയാകും? ഇറ്റ് ഇസ് 2 into mu0 I divided by 2 into ഒരു വയറിനെ തന്നെ നമ്മൾ ഒരു ടേൺ ആക്കുന്നതിന് വരെ 2 ടേൺ ആക്കിയാൽ റേഡിയസ് നേരെ പകുതിയാവും അല്ലെ? റേഡിയസ് നേരെ പകുതിയായാൽ a by 2 വരും. ആ 2 മോളിൽ പോകും. സോ ഇറ്റ് ഇസ് 4 into mu0 I by 2a. ദാറ്റ് ഇസ് 4 into b അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും സമയം എടുക്കുന്നുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അതിലും കുറച്ച് സമയമല്ലേ വേണ്ടത്? യെസ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3 ആണ്. 41% കറക്റ്റ് ആക്കി. ഓക്കെ, കുഴപ്പമില്ല, പെർഫോമൻസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 12th one. A very long straight wire carries a current I at the instant when a charge plus q at point P has velocity v as shown. The force on the charge is. Your time starts now. Simple question ആണ്. ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇതൊന്നും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് 30 seconds ടൈം തരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. 30 seconds സമയം മതിയാവും ഇത് ചെയ്യാൻ. ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാന്ന് നോക്കാം, മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാന്ന് നോക്കാം. ഓക്കെ, കാൽക്കുലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി നമുക്ക് 30 സെക്കൻഡ്സിലും കൂടുതൽ എടുക്കും. യുവർ ടൈം ഫിനിഷസ് നൗ. യെസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഒരു കറണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലെ? ലോങ് വയർ ക്യാരീസ് എ കറണ്ട് I. അപ്പൊ അത് കാരണം ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിന് എന്ത് ഡിഫ്ലക്ഷൻ ആണ് ഉണ്ടാവുന്നത്? ഫോഴ്സ് എങ്ങോട്ടാണെന്ന്? കറണ്ട് മുകളിലേക്കാണ്. സോ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ഇൻ ടു ദി പ്ലെയിൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്റ്റഡ് ഇൻ ടു ദി പ്ലെയിൻ അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്റ്റഡ് ഇൻ ടു ദി പ്ലെയിൻ. ഇവിടെ വെലോസിറ്റി റൈറ്റിലേക്കാണ്. വി ക്രോസ് ബി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക, ഏത് വേണോ ഉപയോഗിക്കാം. ഇവിടെ വി ക്രോസ് ബി നമുക്ക് ചെയ്താൽ തമ്പ് മുകളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഫോഴ്സസ് പോസിറ്റീവ് ചാർജ് ആണ്. സോ ഫോഴ്സസ് ദി അപ്വേർഡ് ഡയറക്ഷൻ. അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. എങ്ങോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി പ്ലെയിൻ ആണ്. കറണ്ട് നമ്മുടെ ചാർജ് മൂവ് ചെയ്യുന്ന റൈറ്റിലേക്കാണ്. സോ ഫോഴ്സസ് അപ്വേർഡ്സ്. ഓക്കെ, സോ ഇറ്റ് ഇസ് എലോങ് OY ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്. OY എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 12. നോക്കാം എത്ര പേര് ശരിയാക്കി എന്ന് നോക്കാം. ഓപ്ഷൻ 1 ആണ് ആൻസർ. യെസ്, കൂടുതൽ ആൾക്കാരും ശരിയാക്കി 31. പക്ഷേ ഒരുപാട് പേര് തെറ്റിക്കുന്നുണ്ട്. ആ തെറ്റിക്കുന്നതിന്റെ കാരണമൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. അടുത്തതിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 13ലേക്ക് വരാം. A conducting rod AB moves parallel to x-axis in a uniform magnetic field pointing in positive z direction. Magnetic field, it is pointing in positive z direction. The end A of the road gets. Okay, ഈ റോഡ് മൂവ് ചെയ്യുമ്പോൾ എക്ക് എന്താ പറ്റുക? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണോ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണോ, ന്യൂട്രൽ ആണോ, അതോ എങ്ങനെയാണ് സിറ്റുവേഷൻ നോക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊന്നും ഒന്നും എഴുതണ്ട. ഓക്കെ, ജസ്റ്റ് ഡയറക്ഷൻ റൂൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി. മൂവിംഗ് ചാർജസിന്റെ കേസിൽ ഡയറക്ഷൻ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു കാര്യം, നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് യു ഷുഡ് നോട്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഇംപ്രൂവ് ആക്കാനുള്ളൊരു ചാൻസ് ആയിട്ട് കാണാം. ഓക്കെ, യുവർ ടൈം ഫിനിഷസ് നൗ.
ഫൈൻ, നമുക്ക് നോക്കാം. ഇവിടെ എന്താ, ഒരു കണ്ടക്ടർ മൂവ് ചെയ്യാണ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. അപ്പൊ ഇവിടെ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇഫക്റ്റിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാന്ന് നോക്കാം. വെലോസിറ്റി ഇസ് ടുവേർഡ്സ് റൈറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഔട്ട്വേർഡ്സ്. സോ വി വെലോസിറ്റി വി ക്രോസ് ബി എങ്ങോട്ടാണെന്ന് നോക്കാം. വി ക്രോസ് ബി, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ടുവേർഡ്സ് റൈറ്റ്, വെലോസിറ്റി ഇസ് ടുവേർഡ്സ് റൈറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. സോ വി ക്രോസ് ബി. ഫോഴ്സ് എങ്ങോട്ടാ, താഴേക്ക്. പോസിറ്റീവ് ചാർജസിന്റെ ഫോഴ്സ് താഴേക്ക്, അപ്പൊ ഇലക്ട്രോൺസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്ക്. സോ there will be an accumulation of positive charges at this end and the negative charges at this end. ഇത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഡയറക്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എയിൽ ഏത് ചാർജ് ആണ് വരിക, നെഗറ്റീവ് ചാർജ്. ഏതാണ് ഓപ്ഷൻ 2? എത്ര ശതമാനം ശരിയാക്കിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെയും മിസ്റ്റേക്സ് ഒരുപാട് വരുത്തിയിട്ടുണ്ട്. ഡയറക്ഷൻ റൂൾസ് ഫോക്കസ് ചെയ്യണം. 39% ആണ് ശരിയാക്കിയത്. ഡയറക്ഷൻ റൂൾ അല്ലാതെ വേറെ ഒന്നുമില്ല. ഡയറക്ഷൻ റൂള് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Okay, figure shows two bulbs B1 and B2, resistor R and an inductor L. When the switch is turned off, what happens? Your time starts now. അവിടെയും കാൽക്കുലേഷൻ ഒന്നുമില്ല. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. നമുക്ക് നോക്കാം എത്ര പേര് ശരിയാക്കുന്നുണ്ടെന്ന്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നോക്കുക, കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക, മനസ്സിൽ അപ്ലൈ ചെയ്യുക. വരയ്ക്കേണ്ട കാര്യമില്ല, ഒന്നും വേണ്ട. ആൻസറിലേക്ക് എത്തിയാൽ മാത്രം മതി, ഓപ്ഷൻ മാത്രം മതി നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാൻ സമയമായി. യെസ്, അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ സ്വിച്ച് ഓൾറെഡി സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നാണ് ഉള്ളതാണ്. അപ്പോൾ സ്വിച്ച് ആദ്യമേ ഓൺ ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. ഓക്കെ, ഒരു കറണ്ട് ഇങ്ങനെ വരുന്നു. ഈ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയും പോകുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പവർ സപ്ലൈ കളയാണ്. പവർ സപ്ലൈ കളയുമ്പോഴത്തേക്ക് ഈ കറണ്ട് അവിടെ ഇല്ലാതാകും എന്ന് നമുക്ക് പറയാം, ശരിയല്ലേ? പക്ഷേ അവിടെ ഇൻഡക്ടർ ഉള്ളിടത്തോളം കാലം ഇൻഡക്ടറിലെ എനർജി തീരുന്നത് വരെ ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഇൻഡക്ടറിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൽ കൂടെ വരുന്ന കറണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കുടിൽ കെട്ടി താമസിക്കുകയല്ല. ആ കറണ്ടിന് എങ്ങോട്ടെങ്കിലും പോകണം, ഒരു ക്ലോസ്ഡ് പാത്ത് വേണം. ആ കറണ്ട് എന്ത് ചെയ്യണം? ആ കറണ്ടിന് ആകെ പോകാൻ, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ സ്വിച്ച് ഓപ്പൺ ആയി അല്ലെ? ആ കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ കറണ്ടിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ കറണ്ടിന് ആകെ പോകാൻ പറ്റുന്നത് ഈ ഒരു പാത്ത് വഴിയാണ്. അപ്പൊ ഇൻഡക്ടറിലുള്ള കറണ്ട് തീരുന്നത് വരെ ഈ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ കറണ്ട് ഉണ്ടാവും. അപ്പൊ രണ്ടിലും ഒരേ കറണ്ട് ആണ്. അപ്പൊ ഇൻഡക്ടറിലുള്ള എനർജി തീരുന്നത് വരെ ഒരു ചെറിയൊരു കറണ്ട് ഉണ്ടാവും. സോ ബോത്ത് ദി ബൾബ്സ് വിൽ ഡൈ ഔട്ട് വിത്ത് സം ഡിലേ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. നമുക്ക് നോക്കാം എത്ര പേര് ശരിയാക്കി എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്ത് എത്രയാണ്? 35% ആണ്. കൂടുതൽ ആൾക്കാരും ആൻസർ മാർക്ക് ചെയ്ത് ഓപ്ഷൻ 3 ആണ്. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ഈ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതും ഉറപ്പാണ്. കാരണം ശ്രദ്ധിക്കുക, ഇവിടെ ഇൻഡക്ടറിൽ എല്ലാവരും വിചാരിച്ച് ഇൻഡക്ടറിൽ ഒരു കറണ്ട് ഉണ്ടാവും, ഇതങ്ങ് ഓഫായി പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇൻഡക്ടറിലൂടെയുള്ള കറണ്ടിന് ക്ലോസ്ഡ് പാത്തിലൂടെ കറങ്ങി തിരിച്ചു വരാൻ ഒരു വഴി വേണ്ടേ? വരണമല്ലോ. ഏതാണത്? ഇത് വഴിയാണ് അത് തിരിച്ചു വരിക. അപ്പൊ രണ്ടിലും ഒരേ കറണ്ടാണ്. അപ്പൊ സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ ഒരൊറ്റ കണക്ഷനാണ്. ഇതുവഴി കറണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 15. A solenoid of resistance 50 ohm and inductance 5 millihenry is connected to a 200 volt battery. Calculate the maximum energy stored. Simple question ആണ്. ചെയ്തു നോക്കാനുണ്ട്. 30 seconds time. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. എന്താണ് ഈ പറയുന്നത്? ഒരു 50 ohm റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ് 5 millihenry, 200 volt ബാറ്ററി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇൻഡക്ടറിലുള്ള അല്ലെങ്കിൽ ആ സർക്യൂട്ടിലെ കറണ്ട് മാക്സിമം ആവുമല്ലോ. എത്രയാണ് മാക്സിമം കറണ്ട്? മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 200 volt ഡിവൈഡഡ് ബൈ 50 ohm. 200 volt ഡിവൈഡഡ് ബൈ 50 ohm എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആംപിയർ ആണ്. പരമാവധി 4 ആംപിയർ കറണ്ട് ആണ് അതുവഴി ഒഴുകുക. അപ്പൊ എനർജി എത്രയാണ്? UL is equal to half L I square. half L I square എന്ന് പറയുമ്പോൾ half L എത്രയാണ്? It is 5 into 10 raised to minus 3 into I square. I square എത്രയാണ്? 16. 16 by 2 is 8. 8 into 5 is 40. 40 into 10 raised to minus 3. 40 millijoules. Option 3. ഓക്കെ, എത്ര ശതമാനം ശരിയാക്കി? 36% ആണ് അവിടെ ശരിയാക്കിയത്.
അവിടെയും ശ്രദ്ധിക്കുക, നമുക്ക് അധികമൊന്നും ചെയ്യാനില്ല അല്ലേ, കാൽക്കുലേഷൻസ് ഒന്നും അധികം ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 16th വണ്ണിലേക്ക് വരാം. A horizontal ring of radius 1/2 meter kept in a vertical constant magnetic field 1 Tesla. The ring has collapsed from maximum area to zero area in 1 second and the EMF induced. Okay, ഒരു 45 seconds ടൈം ഇതിന് തരാം. ഓക്കെ, ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, നമുക്കൊരു സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒരു 45 seconds ടൈം തരാം. എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം നമുക്ക്. അധികമൊന്നുമില്ല, കാൽക്കുലേഷൻസും അധികമൊന്നുമില്ല. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്നും ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് എബോ ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസിന് നമ്മൾ അധികം അറ്റാക്ക് ചെയ്യണം, കാരണം ഇവിടെ സേവ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ബാക്കിയുള്ള ടഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ ശരിയായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ എനിവേ, ഇവിടെ എന്താ സംഭവിക്കുന്ന, ഒരു കോയിൽ ഉണ്ട്, റേഡിയസ് 1/2 മീറ്റർ, മാഗ്നറ്റിക് ഫീൽഡ് 1 ടെസ്ല. ആ റിങ് ഈ ഒരു ഏരിയയിൽ നിന്ന് സീറോയിലേക്ക് കൊളാപ്സ് ചെയ്തു. സോ അവിടെ നമുക്ക് വേണ്ടത് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ നമുക്ക് പറയാം ഫ്ലക്സ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഏരിയ എത്രയാണ്? πr² ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? 1 സെക്കൻഡ്. സോ ആൻസർ ഇസ് π ഇൻറ്റു r². r² എത്രയാണ്? 1/2 1/4. സോ ഇറ്റ് ഇസ് π/4 വോൾട്ട്. കൂടുതൽ ആൾക്കാർ ശരിയാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. വെരി ഗുഡ്, 55% ആൾക്കാർ കറക്റ്റ് ആക്കി. ഓക്കെ, അപ്പോൾ 45% സമയം തന്നത് ഉപയോഗമായി എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ആ ഒരു കാര്യം കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. 17. Amplitude of alternating current is given by I is equal to 6 sin omega t plus 8 cos omega t minus π/2s. ഓക്കെ, ചെയ്തോളാം. 45 seconds തന്നെ തരാം. പക്ഷെ ശ്രദ്ധിക്കുക, ഇതിനകത്തൊരു കള്ളക്കളി ഒളിഞ്ഞിരിപ്പുണ്ട്, ഇതിനകത്തൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, സസ്പെൻസ് ഞാൻ ആദ്യമേ പൊളിച്ചു. ഓക്കെ, ഒന്ന് സൂക്ഷിച്ച് നോക്കുക. നിങ്ങളെ പറ്റിക്കാൻ പലരും ഉണ്ടാവും. ഓപ്ഷൻസിൽ പലരും നിങ്ങളെ നോക്കി മാടി മാടി വിളിക്കും. ഓക്കെ, ഫൈൻ, നമുക്ക് ആൻസറിലേക്ക് വരാം. കുറച്ച് പേരൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്, ഇത് തെറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതെന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഇറ്റ് ഈസ് ടോട്ടൽ കറന്റ് എത്രയാണ്? 6 sin omega t പ്ലസ് 8 cos omega t അല്ല, cos omega t minus π/2 ആണ്. ശ്രദ്ധിക്കുക, cos omega t minus π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? sin omega t ആണ് അല്ലെ? cos of omega t minus π/2 sin omega t. So 6 sin omega t plus 8 sin omega t എത്രയാ വരിക? 14 sin omega t. അതായത് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 14 ആണ്. 14 ആൻസറിൽ ഈ കാണുന്നതിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, നൺ ഓഫ് ദീസ്. 2 സ്റ്റെപ്പ് തികച്ചില്ല എന്ന് പറയാം. ഓക്കെ, പക്ഷേ കൂടുതൽ ആൾക്കാരും 10 എന്ന് എഴുതി. ഓക്കെ, അതിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, കാരണം നിങ്ങളത് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളത് 10 എന്ന് എഴുതി. എന്തുകൊണ്ടാ? 6 sin omega t plus 8 cos omega t ആയിരുന്നെങ്കിൽ അത് ആൻസർ 10 ആയിരുന്നു. √6² plus 8² എന്ന് വന്നേനെ, 10 വന്നേനെ. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തെറ്റിച്ചെങ്കിലും നമുക്കത് ഉപയോഗം ഉണ്ടായിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 18. In an oscillating LC circuit, maximum charge on the capacitor is Q charge on the capacitor when energy is stored equally between electric and magnetic field. Okay, 45 seconds time തരാം, ചെയ്തോളാം. LC ഓസിലേഷന്റെ കോൺസെപ്റ്റ് ആണ്. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്ററിന്റെ എക്സ്പ്രഷൻ എന്താന്ന് നോക്കുക. Q² ഡിവൈഡഡ് ബൈ 2C ആണ് എക്സ്പ്രഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. Okay, so your time is almost over. Yes.
ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എനർജി ഈസ് സ്റ്റോർഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ടോട്ടൽ എനർജിയുടെ പകുതിയാണ് കപ്പാസിറ്ററിനുള്ളത്. ടോട്ടൽ എനർജിയുടെ പകുതിയാണ് കപ്പാസിറ്ററിനുള്ളത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 ടൈംസ് ടോട്ടൽ എനർജി എത്രയാണ്? Q²/2c, മാക്സിമം ചാർജ് ബൈ 2c. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2c ക്യാൻസൽ ചെയ്യാം. സോ Q² is equal to capital Q²/2 or small q is equal to capital Q/√2. എത്ര പേര് ശരിയാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ 3 ആണ്. എത്ര പേര് ശരിയാക്കി എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 42% ശരിയാക്കി, ഇംപ്രൂവ് ആവുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് 19th one. An AC source is rated as 220 volt 50 hertz. Average voltage is calculated in a time interval of 0.01 second. Its value, okay, ഒരു 45 seconds തന്നെ സമയം തരാം. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പം അതിൻ്റെ ആവറേജ് വാല്യൂവിനെ കുറിച്ചാണ് ചോദ്യം. കുറച്ചൊന്ന് ചെയ്ത് നോക്കാനുണ്ട്, ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാനുണ്ട്. അതുകൊണ്ട് 45 minutes മതിയാകും. ഓക്കെ, your time is getting finished now. Okay, fine. Let's look at the question. നോക്കാം. ഇതൊരു സിനുസോയിഡൽ എ സി ആണ്. ഇതിന്റെ ടൈം പീരീഡ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 50 ഹെർട്സ് എ സി ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. 1/50 എന്ന് വരും. 1/50 എത്രയാണ്? 0.02 seconds. അപ്പൊ ടൈം പീരീഡ് 0.02 സെക്കൻഡ് ആണ്. അപ്പൊ അതിന്റെ പകുതിയാണ് ഈ ടൈം ഇന്റർവൽ തന്നിരിക്കുന്നത്. അതായത് ഒരു ഹാഫ് സൈക്കിളിൽ അതിന്റെ ആവറേജ് വാല്യൂ 0 ആകുമോ ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ എന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച്, ഈ ഹാഫ് സൈക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ 0 ആവില്ല. ഈ ഹാഫ് സൈക്കിൾ ആണ് എടുക്കുന്നതെങ്കിലും ആവറേജ് വാല്യൂ 0 ആവില്ല. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഹാഫ് സൈക്കിൾ ആണെങ്കിലോ, ഇത് മുതൽ ഇതുവരെയുള്ള ഹാഫ് സൈക്കിൾ ആണെങ്കിൽ പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും ഒരുപോലെയല്ലേ വന്നത്. അപ്പോൾ 0 ആകാം. നമ്മൾ ഏത് ഹാഫ് സൈക്കിളാണ് എടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് 0 ആകാം, 0 ആകാതെയും ഇരിക്കാം, അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? മസ്റ്റ് ബി 0 അല്ല, മേ ബി 0, ഇസ് നെവർ 0, ഇസ് 220/√2. നമുക്കൊരു സിംഗിൾ വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണ്? മേ ബി 0. 19th one ഓപ്ഷൻ 2. കൂടുതൽ ആൾക്കാരും എത്രയാണ് ചെയ്തത്? 4th one ആണ്. ടോട്ടൽ ശ്രദ്ധിക്കുക, ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഹാഫ് സൈക്കിൾ ആണെന്ന് വ്യക്തമായിട്ട് പറയണം. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2v0 അല്ലെങ്കിൽ v0/√2 എന്നുള്ള വാല്യൂ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഏത് ഹാഫ് സൈക്കിൾ ആണെന്ന് പറയാതെ ഒരിക്കലും നമുക്ക് ആ വാല്യൂ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 21. An air bubble. Okay, ray opticsലേക്ക് കടക്കാണ്. An air bubble in a glass slab is 5 cm deep when viewed from one face and 2 cm deep when viewed from the opposite face. The thickness of the slab is. Okay. ഒരു 45 minutes സമയം തരാം ഇതിനും. ഓക്കെ, ചെയ്യാം. നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇതൊക്കെ. ഓക്കെ, നമ്മുടെ സമയം കഴിയുന്നു. ഫൈൻ. അപ്പം നമ്മുടെ ഉള്ള ഒരു ക്യൂബാണ്. ആ ഒരു ഗ്ലാസ് സ്ലാബ് അല്ലെങ്കിൽ ഒരു ക്യൂബ്, അതിന്റെ ഒരു ബബിൾ ഇവിടെ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള തിക്നെസ് നമുക്ക് x എന്ന് വിളിക്കാം, ഇവിടെ നിന്നുള്ള തിക്നെസ് നമുക്ക് y എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? x/n. അപ്പാരന്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദാറ്റ് ഇസ് എത്രയാണ്? 5 cm. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പാരന്റ് ഡെപ്ത് എത്രയായിരിക്കും? y/n. അതാണ് ക്വസ്റ്റ്യനിൽ 2 cm എന്ന് തന്നിരിക്കുന്നത്.
ഓക്കെ, ഇപ്പം രണ്ടുകൂടെ ആഡ് ചെയ്യാൻ നമുക്ക് എക്സ് പ്ലസ് വൈ ബൈ എൻ എത്രയായിരിക്കും? ആഡ് ചെയ്താൽ 7 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ എക്സ് പ്ലസ് വൈ എത്രയാണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു എൻ സെന്റിമീറ്റർ. എക്സ് പ്ലസ് വൈ അല്ലേ ഗ്ലാസ് സ്ലാബിന്റെ തിക്നെസ്, ടോട്ടൽ തിക്നെസ് എക്സ് പ്ലസ് വൈ അല്ലേ? 7 ഇൻറ്റു 1.5 എത്രയാണ്? 10.5 സെന്റിമീറ്റർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. സോ ദിസ് ഇസ് 10.5 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 20 ഓപ്ഷൻ 2. വെരി ഗുഡ്. റേപ്റ്റിക്സിലായപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. 52% കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ്പ് ഇറ്റ് അപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 21ലേക്ക് വരാം. ഓക്കെ, focal length of a convex lens of refractive index 1.5 is 2 cm. Focal length of the lens when immersed in a liquid of refractive index 1.25. ഓക്കെ, ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റ് സമയം എടുത്തോളൂ. 1 മിനിറ്റ് സമയം എടുത്തോളൂ, ചെയ്തോളൂ. ഓക്കെ, ലാവിഷാക്കി കളയാം നമുക്ക്. ഓക്കെ, സമയം കഴിയുന്നു. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അപ്പം എന്താണ് ഇവിടെ വരുന്നത്? ഒരു ലെൻസ് ആദ്യം എയറിൽ വെക്കുമ്പോഴുള്ള ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഇക്വേഷൻ ആണ്. അതുപോലെ ഒരു മീഡിയത്തിൽ മുക്കി വെക്കുമ്പോഴുള്ള ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഡിവൈഡ് ചെയ്താൽ റേഷ്യോ എടുത്താൽ എഫ് ഡാഷ് ബൈ എഫ് ഇസ് ഈക്വൽ ടു n-1 ഡിവൈഡഡ് ബൈ n ബൈ n-1. n എന്താണ്? നമ്മുടെ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. 1.5 - 1 0.5 ആണ്. അടുത്തത് n ബൈ n ഡാഷ് 1.5 ഡിവൈഡഡ് ബൈ 1.25. അത് നമുക്ക് 6/5 എന്ന് എടുക്കാം, -1. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇറ്റ് ഇസ് 0.5 ഡിവൈഡഡ് ബൈ 6/5 - 1 ഇസ് 1/5. ആ 5 മുകളിൽ പോകും. ഓക്കെ, സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഈ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഇൻറ്റു 2.5. എഫ് എത്രയാണ്? 2 centimeter. 2 centimeter into 2.5, it is 5 centimeter. Answer is option 3. Question number 21. വീണ്ടും താഴെ പോയിട്ടുണ്ട്. 24% ആണ് അത് ശരിയാക്കിയത്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. വീണ്ടും പറയാണ്, നമുക്കിത് ഒരു ഇംപ്രൂവ്മെന്റിനുള്ള അവസരമൊക്കെ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, a parallel beam of light is incident on a converging lens parallel to its principal axis. As one moves away from the lens on the other side on its principal axis, the intensity of light. Okay, 30 സെക്കൻഡ് തന്നെ മതിയാവും. ഇതിന് 30 സെക്കൻഡ് തന്നെ തരാം. Parallel beam of light, converging lens. ശ്രദ്ധിക്കുക. So it's a converging beam. Converging beam എന്ന് പറയുമ്പോഴത്തേക്ക് parallel light of converging lens. അപ്പോൾ parallel beam of light വന്നാൽ അത് converge ആവും. It will get converged to this point, focus. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ലൈറ്റിന്റെ ഏരിയ ഇത്രയുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ആസ് ടൈം പ്രോഗ്രസസ് ദി ഏരിയ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഏരിയ കുറഞ്ഞു വരും. പക്ഷേ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് ഇവിടെയുള്ള അതേ എനർജി തന്നെയാണ് ഇപ്പോൾ ചെറിയ ചെറിയ ഏരിയയിലേക്ക് ഫോക്കസ് ആവുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എത്തുമ്പോഴോ വളരെ ചെറിയൊരു ഏരിയയിലേക്ക് എനർജി മുഴുവൻ ഫോക്കസ് ആവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്റൻസിറ്റി ചെറിയ ഏരിയയിൽ കൂടുതൽ എനർജി അല്ലെങ്കിൽ സെയിം എനർജി കൂടുതൽ ചെറിയൊരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി കൂടും. അതിനുശേഷം ഏരിയ പിന്നെയും കൂടുമ്പോഴത്തേക്ക് ഇന്റൻസിറ്റി അവിടെ വീണ്ടും കുറയും. സോ ആദ്യം ഇന്റൻസിറ്റി കൂടും, ഏരിയ കുറയുകയാണ്, ഏരിയ കൂടുകയാണ്. അപ്പോൾ ഇന്റൻസിറ്റി ഇവിടെ കൂടുകയാണ്, അതിനുശേഷം ഇന്റൻസിറ്റി കുറയും. സോ വി ക്യാൻ സേ ഇറ്റ് ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 4. നമുക്ക് നോക്കാം. ഓപ്ഷൻ 4 മാർക്ക് ചെയ്ത് 17% ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ലോജിക്കലായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കേസുള്ളൂ. ഈ കോൺസെപ്റ്റ് ഒന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല. അത് എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന എന്തോ ഒരു മിസ്റ്റേക്ക് വഴിയാണ് നമുക്ക് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
23, a ray of light is incident at an angle of 60 degree on a prism of vertex angle 45 degree such that ray is transmitted normally from the second refracting surface. Refractive index of the material of the prism is. Okay, 60 seconds സമയം തരാം. 60 seconds. നമുക്ക് നോക്കാം എന്താണെന്ന്. ഒന്ന് റേ ഡയഗ്രാം വേണമെങ്കിൽ ഒന്ന് വരച്ചു നോക്കാം. Okay. Fine, നമുക്ക് ആൻസറിലേക്ക് പോകാം. യെസ്, ശ്രദ്ധിക്കാം. ഇവിടെ എന്താണ് ലൈറ്റ് റേ പ്രസത്തിൽ ഇൻസിഡന്റ് ആവുന്നു, സെക്കൻഡ് സർഫസിൽ നോർമൽ ആയിട്ട് പോകുന്നു. അപ്പോൾ തന്നെ നമുക്ക് പറയാം ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഇത് 45 ആണ്, ഇതും 45 ആണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 45 ഡിഗ്രി. 1 sin 60 is equal to n sin 45. ശരിയല്ലേ? sin 60 is √3/2 is equal to n into sin 45 is 1/√2. √2 ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ n is equal to √3/2. ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 23. അപ്പോൾ ആ റേ ഡയഗ്രാം വരയ്ക്കുന്ന താമസം മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ 1 ആണ്. നമുക്ക് നോക്കാം. യെസ്, കൂടുതൽ ആൾക്കാർ അത് ആൻസർ മാർക്ക് ചെയ്തു. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. You are asked to design a shaving mirror assuming that a person keeps 10 cm from his face and views the magnified image of the face at the closest comfortable distance of 25 cm. Radius of curvature of the mirror would then be. ഇതിന് 45 seconds മാത്രമേ തരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ആദ്യമേ ഒരു ക്ലൂ തരികയാണ്. കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, മിറർ ഫോർമുലയോ ലെൻസ് ഫോർമുലയോ ഒന്നും ഉപയോഗിക്കാതെ. ഓക്കെ, അറ്റംപ്റ്റ് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസറിലേക്ക് വരാം. എങ്ങനെയാണത് വരിക? അപ്പോൾ ശ്രദ്ധിക്കണം, ഒരാള് ഒരു മിറർ ഉപയോഗിച്ചിട്ട് അയാളുടെ തന്നെ മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് കാണുകയാണ്. മാഗ്നിഫൈഡ് ഇമേജ് ആണ്. മാഗ്നിഫൈഡ് ഇമേജ് എവിടെയാണ് ഉണ്ടാവുന്നത്? ഒരു കോൺകേവ് മിററിലെ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുള്ളൂ. മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജാണ് കാണുന്നത്. അയാൾ നേരിട്ട് കാണുകയാണ്. മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദി പോൾ. ഫോക്കസിനും പോളിനും ഇടയ്ക്കായിരിക്കണ്ടേ എന്ന് പറയുമ്പോൾ അയാളുടെ മുഖം 10 സെന്റിമീറ്റർ മുന്നിലാണ് വെക്കുന്നത്, അല്ലേ? അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് അതെന്തായാലും 10 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും, അല്ലേ? കോൺകേവ് മിറർ ആണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വന്നാൽ ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3. ചെയ്ത് നോക്കണ്ട, മിറർ ഫോർമുല ഉപയോഗിക്കണ്ട, ഒന്നും ചെയ്തില്ല ഞാൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫോക്കസിനും പോളിനും ഇടയ്ക്കാണ്. സോ ഫോക്കസ് എന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററിലും കൂടുതലായിരിക്കും. റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെന്റിമീറ്ററിലും കൂടുതലായിരിക്കും. കോൺകേവ് മിറർ ആണ്, നെഗറ്റീവ് ആണ്. ആൻസർ ഓപ്ഷൻ 3. ഇത്രയേ ഉള്ളൂ. ആൻസർ മാർക്ക് ചെയ്തത് 24% മാത്രമാണ്. യു നീഡ് ടു ഇംപ്രൂവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A plane mirror makes an angle 30 degree with the horizontal. If vertical strikes the mirror, then find the angle between mirror and reflected ray. Just angle വരച്ച് നോക്കിയാൽ മാത്രം മതി. 30 seconds ടൈം തരാം. 30 seconds ആംഗിൾ വരച്ച് നോക്കിയാൽ മാത്രം മതിയാവും. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. പക്ഷെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്. ദിസ് ഇസ് അവർ മിറർ. അപ്പോൾ മിറർ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പോൾ ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമ്മുടെ ലൈറ്റ് റേ വെർട്ടിക്കൽ ആണെന്ന് പറയുന്നുണ്ട്. ലൈറ്റ് റേ വെർട്ടിക്കൽ ആണ്. ഇത് 30 ഡിഗ്രി, ടോട്ടൽ 90 ഡിഗ്രി ആണെങ്കിൽ ദിസ് ഇസ് 60.
ഓക്കെ, അപ്പോൾ ലൈറ്റ് റേയും ഇൻസിഡന്റ് റേയും മിററും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ റിഫ്ലക്റ്റഡ് റേയും മിററും തമ്മിലുള്ള ആംഗിളും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഓപ്ഷൻ 3. ഇൻസിഡന്റ് റേയും മിററും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ റിഫ്ലക്റ്റഡ് റേയും മിററും തമ്മിലുള്ള ആംഗിളും എത്ര തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ്. 25 ഓപ്ഷൻ 3. ഓക്കെ, വെരി ഗുഡ്. വളരെ 51% ആൻസർ ശരിയായിട്ട് മാർക്ക് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ പരിചയമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 26. The potential difference between A and B in the following figure. Current electricity question ആണ്. ഓക്കെ, ഒരു 40 seconds ടൈം തരാം. പെട്ടെന്നായിക്കോട്ടെ. 40 seconds. ഓക്കെ, ഫൈൻ. നമുക്ക് നോക്കാം, ഉത്തരത്തിലേക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ ഒരു A തൊട്ട് B വരെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ക്വസ്റ്റൻ ആണ് ഇത് വരുന്നത്. ശ്രദ്ധിക്കുക, 2 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ 6 ഓമിൽ എത്ര വോൾട്ട് ഡ്രോപ്പ് ആവും? 12 വോൾട്ട് ഡ്രോപ്പ് ആവും. ഓക്കെ, 9 ഓമിൽ 18 വോൾട്ട് ഡ്രോപ്പ് ആവും. 9 × 2. അടുത്ത് 5 ഓമിൽ 10 വോൾട്ട് ഡ്രോപ്പ് ആവും. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എക്സ്പ്രഷൻ എഴുതാം. VA ആദ്യം റെസിസ്റ്റൻസിൽ 12 വോൾട്ട് ഡ്രോപ്പ് ആയി, -12. അത് കഴിഞ്ഞ് സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. വീണ്ടും പൊട്ടൻഷ്യൽ കുറഞ്ഞു, -12. അടുത്തത് 18 വോൾട്ട് ഡ്രോപ്പ് ആയി, റെസിസ്റ്റൻസ് ആണ്, -18. പിന്നെ സെല്ലിൽ 4 വോൾട്ട് ഇൻക്രീസ് ചെയ്തു, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്, സോ +4. അടുത്തത് റെസിസ്റ്റൻസിൽ വീണ്ടും 10 വോൾട്ട് ഡ്രോപ്പ് ആയി, -10. അപ്പോൾ എവിടെ എത്തി? ബിയിലെത്തി. സോ VA ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? -48 is equal to VB. So VA minus VB is equal to 48 volt. ഈ വാല്യൂസ് ഒന്ന് കൂട്ടിയെടുക്കുന്നതിലെ പിന്നെയും നമുക്ക് താമസമുള്ളൂ എന്ന് പറയാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓക്കെ, കൂടുതൽ ആൾക്കാരും ശരിയായിട്ട് മാർക്ക് ചെയ്തു. 45%. ഇറ്റ്സ് വെരി ഗുഡ്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. What is the self-inductance of a coil which produces 5 volt when current changes from 3 to 2 ampere in 1 millisecond? Direct question ആണ്. 30 seconds. Equation നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അത് സോൾവ് ചെയ്യുന്നത് നോക്കാം. സോ EMF ഇൻഡ്യൂസ്ഡ് ഇറ്റ് ഇസ് -LdI/dt. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ്? 5 ആണ്. ഇസ് ഈക്വൽ ടു L ഇൻറ്റു കറണ്ട് എത്രയെന്ന് എത്രയിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്? 3 to 2. സോ 1 ആംപിയർ ആണ് ചേഞ്ച്. സമയം എത്രയാണ്? 1 millisecond, 10⁻³ സോ L ഇസ് ഈക്വൽ ടു 5 × 10⁻³ 5 milli Henry. ആൻസർ ഇസ് ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 27. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ഒന്ന് ചെയ്യാനുണ്ട് എന്നേ ഉള്ളൂ. സമയമൊക്കെ നമുക്ക് തെറ്റില്ല എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാന്നുള്ളതല്ലാതെ തെറ്റില്ല എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 64% ശരിയാക്കി, വളരെ നല്ലത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 28. When a charged particle enters in a magnetic field B in direction parallel to magnetic field and moves with uniform speed inside the magnetic field, then okay, 30 seconds ടൈം ആണ് തരിക. 30 seconds ഒക്കെ മതി. നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വായിച്ച് ഉത്തരം പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 30 seconds. ശ്രദ്ധിക്കണം. The charged particle moves with uniform speed inside the magnetic field. The charged particle enters parallel to the magnetic field. Parallel to the magnetic field. ശ്രദ്ധിക്കുക, parallel to the magnetic field. Yes. So what happens when the charged particle enters parallel to the magnetic field? Nothing happens. ഒന്നും സംഭവിക്കില്ല. അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. QVB sin θ യിൽ θ 0 ആണ്. സോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. അവിടെ മൊമെന്റമോ എനർജിയോ ഒന്നും
മാറില്ല. ബോത്ത് എനർജി ആൻഡ് മൊമെന്റം ഡു നോട്ട് ചേഞ്ച്. എന്നാൽ പാരലൽ ആയിട്ടല്ല എൻ്റർ ചെയ്തിരുന്നെങ്കിൽ എനർജി മാറില്ല, മൊമെന്റം മാറിയേനെ. അത് നമുക്കറിയാം അല്ലെ. അപ്പൊ 4 കറക്റ്റ് ആൻസർ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അധികം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടാണെന്ന് ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും തെറ്റിച്ചാലേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് പറയാം കൂടുതൽ ആൾക്കാരും ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ കാര്യം തെറ്റിച്ചു, അല്ലെങ്കിൽ അത് മറന്നുപോയി, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 29ലേക്ക് വരാം. A magnetic needle suspended by a silk thread is vibrating in the Earth's magnetic field if temperature of the needle is increased by a significant amount. ഞാൻ അവിടെ ക്ലൂ തരികയാണ്, significant amount. Okay, then what happens? 30 seconds. Okay, let's see what happens. എല്ലാവരും അത് ശരിയാക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷ സ്ഥാനത്താക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള മാഗ്നറ്റിക് നീഡിലിന്റെ ടൈം പീരീഡ് ഒക്കെ അറിയാം. എന്താണ്? T is equal to 2π√I/mb ഒക്കെ അറിയാം, ശരിയല്ലേ? അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ളതാണ്. ഈ ഇക്വേഷൻ ഒക്കെ എടുത്ത് തോട്ടിക്കളയാം. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ പ്രത്യേകം പറഞ്ഞു, ദി temperature is increased by a significant amount. What happens when a ferromagnetic material is heated beyond the Curie temperature? ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ക്യൂറി ടെമ്പറേച്ചറിന് മുകളിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. അതായത് അതിന്റെ മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന പദവി അവിടെ തീർന്നു അല്ലെ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല? അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇല്ലാതാകും, അത് മാഗ്നറ്റ് അല്ലാതാകും. മാഗ്നറ്റ് അല്ലാതായാൽ ഒരു പരിധിയിൽ കൂടുതൽ ഹീറ്റ് ചെയ്താലോ അതിനെ ഹാമർ ചെയ്താലോ ഒക്കെ അത് മാഗ്നറ്റ് അല്ലാതാവും. ദാറ്റ് മീൻസ് ദ മാഗ്നറ്റിക് നീഡിൽ സ്റ്റോപ്സ് വൈബ്രേറ്റിംഗ്. അതിന് പിന്നെ എന്തുകൊണ്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഡൈപോൾ ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റ് അല്ലാതായാൽ അതിന് അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനവിടെ പ്രത്യേകം പറഞ്ഞു സിഗ്നിഫിക്കന്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ ആണെന്ന്. ഓക്കെ, എന്നിട്ടും 31% ആണ് ആൻസർ മാർക്ക് ചെയ്തത്. ആ ഭാഗമൊക്കെ ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A coil and an electric bulb are connected in series with an AC source. Soft iron core is then inserted in the coil. Okay, AC source ആണ്, ഒരു ഇൻഡക്ടർ ആണ്. 30 seconds ടൈം മതിയാവും. ഓക്കെ, അത് തന്നെ വളരെ കൂടുതലാണ്, നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു കോയിലാണ്, ശരിയല്ലേ? എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡക്ടർ ആയിട്ട് ആക്ട് ചെയ്യാം. ഒരു ഇൻഡക്ടർ ഡയറക്റ്റ് ആയിട്ട് ഒരു AC സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അവിടെ കറണ്ട് എന്ന് പറയുന്നത് IRMS എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി VRMS ഡിവൈഡഡ് ബൈ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ω/L. എന്ത് പറ്റും? നമ്മളൊരു സോളിനോയിഡിനകത്ത്, ഒരു ഇൻഡക്ടറിനകത്തേക്ക് ഒരു ഫെറോമാഗ്നറ്റിക് കോർ കയറ്റി വെച്ചാൽ what will happen to its inductance? അതിന്റെ ഇൻഡക്ടൻസ് എന്ത് പറ്റും? ഇൻഡക്ടൻസ് ഇൻക്രീസ് ചെയ്യും. ഇൻഡക്ടൻസ് ഇൻക്രീസ് ചെയ്താൽ അതിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്താൽ കറണ്ട് എന്തായാലും കുറയും, ശരിയല്ലേ? കറണ്ട് കുറഞ്ഞാൽ ബൾബിന്റെ ബ്രൈറ്റ്നസ്സും കുറയും. സോ ഇന്റൻസിറ്റി ഓഫ് ദ വി ക്യാൻ സേ ഇന്റൻസിറ്റി ഓഫ് ദ ബൾബ് ഡിക്രീസസ്, ശരിയല്ലേ? ഇതൊരു DC കറണ്ട് ആയിരുന്നെങ്കിൽ, ഒരു DC സപ്ലൈ ആയിരുന്നെങ്കിൽ ഇൻഡക്ടറിന് അവിടെ പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടെ ഇതിപ്പോ കോയിൽ ഞാനിപ്പോ ഇൻഡക്ടറിന് മാത്രം എടുത്തു. ഇനി പ്രാക്ടിക്കൽ കേസിൽ ഇൻഡക്ടറിന്റെയും റെസിസ്റ്റൻസിന്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ √R² + XL² എന്ന് വരും. അവിടെയും XL കൂടുമ്പോൾ ഇംപെഡൻസ് കൂടും, ഇന്റൻസിറ്റി ഓഫ് ദി ബൾബ് ഡിക്രീസസ്. AC ആണെങ്കിൽ, ഇവിടെ DC ആയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പൊ എത്ര പേര് 48% ശരിയാക്കിയിട്ടുണ്ട്? കൂടുതൽ ശതമാനവും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, ആ ക്വസ്റ്റ്യൻ പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇനി നമുക്ക്
30 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നിങ്ങൾ ഇത് കണ്ടിട്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളത് 65% ആണ് വന്നിട്ടുള്ളത്. 16% പേരും ആൻസർ ചെയ്തതാണ് ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, ജനറലി ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിനെ അപേക്ഷിച്ച് ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ്, ശരിയല്ലേ? പക്ഷെ അതൊരിക്കലും നിങ്ങളൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തത് എന്തിലാണ്? ടൈം മാനേജ് ചെയ്യുന്നതിലാണ്. ടൈം മാനേജ് ചെയ്യുന്നതിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തത് 30 സെക്കൻഡിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നു. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഫിസിക്സിൽ 30 സെക്കൻഡ് എന്നുള്ളത് മതിയോ എന്ന് ചോദിച്ചത്. ഫിസിക്സിൽ 30 സെക്കൻഡ് എന്ന് പറയുന്നത് നോർമലി പോരാ. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്താണ്? നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് അധികം ചെയ്യാനില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അധികം ചെയ്യാനില്ലാത്ത ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, അധികം കാൽക്കുലേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ചെറിയൊരു സമയത്തിനകത്ത് എത്തിക്കാൻ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഇതുപോലെ, അല്ലെങ്കിൽ പോട്ടെ 20 ക്വസ്റ്റ്യൻ ഇതുപോലെയാണ്, 45 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡ് വെച്ച് സേവ് ചെയ്താൽ നമുക്ക് 10 മിനിറ്റ് സമയം കിട്ടും. ആ 10 മിനിറ്റ് സമയം നമുക്ക് കുറച്ചുകൂടി സമയം വേണ്ട ക്വസ്റ്റ്യൻസിന് സ്പെൻഡ് ചെയ്യാം. ഒരിക്കലും ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകുമല്ല വേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ ക്വസ്റ്റ്യനും നിങ്ങളിപ്പോൾ നമുക്കറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ വിട്ട് കളഞ്ഞൊരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കാതെ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ആ ഒരു മിസ്റ്റേക്ക് ഇനി നമ്മൾ വരത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അപ്പോൾ ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കലും മിസ്റ്റേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ വീണ്ടും വരുമ്പോഴത്തേക്കും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ അതോടെ നമ്മൾ വിചാരിച്ചതുപോലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ലാസ്റ്റ് ലാപ്പിലാണ്, നമ്മുടെ ആ ഒരു ടെമ്പോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, വിത്ത് ദാറ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. ഈ വെള്ളിയാഴ്ച, അതായത് ജൂൺ 3-ാം തീയതി കെമിസ്ട്രിയുടെ 4ാമത് ലൈവ് സെഷനുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് +2 ടോപ്പിക്സിലെ 5 പ്രധാന ചാപ്റ്ററുകളായ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സർഫേസ് കെമിസ്ട്രി, ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ്. ഈ ചാപ്റ്ററുകളിൽ നിന്നും നീറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള 30 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നീറ്റ് ട്രിക്സ് എന്ന ലൈവ് സെഷനിലൂടെ നിങ്ങളെ നയിക്കുന്നത് വിദ്യാർത്ഥികളുടെ എല്ലാം പ്രിയങ്കരനായ പ്രൊഫസർ ശ്രീജിത്ത് എസ് സാറാണ്. ഇനിയുള്ള ഈ ചുരുങ്ങിയ സമയങ്ങളെ നാം ഫേസ് ചെയ്യേണ്ടത് നിരവധി ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടും അത് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടുമായിരിക്കണം. മനസ്സിലാക്കി പഠിക്കുന്നതിനോടൊപ്പം ഓരോ ചോദ്യങ്ങൾക്കും എത്ര സമയം ഒരു വിദ്യാർത്ഥി ചിലവഴിക്കണമെന്നും കൃത്യമായി ബ്രില്യന്റിന്റെ ഈ ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കും. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജൂൺ 3-ാം തീയതി രാത്രി 8:30 മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ കെമിസ്ട്രിയുടെ 4th ലൈവ് സെഷനിൽ ബ്രില്യന്റ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കും ഭാഗമാകാം. സോ ഡോണ്ട് മിസ് ഇറ്റ്.